സ്ലീപ്പ് വാക്കിംഗ്, ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുക, അതല്ലെങ്കിൽ സ്ലീപ്പ് ടെറർ അല്ലെങ്കിൽ നൈറ്റ് ടെറർ, അതായത് ഉറക്കത്തിൽ കുഞ്ഞ് ചാടി എഴുന്നേറ്റിരുന്ന് കരയുന്നു, അതിനുശേഷം പേരൻസിന് കുഞ്ഞിനെ സമാധാനപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ. സോ ഇതിനെല്ലാം പറയുന്ന പേരാണ് പാരാസോംനിയാസ് എന്ന് പറയും. സോ ഈ ആദ്യം പറയുന്ന ഈ നൈറ്റ് ടെററിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സ്ലീപ്പ് ടെറർ. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു ചെറിയ കുട്ടി, യൂഷ്വലി 2 വയസ്സിന് മുകളിൽ, 2നും 6നും വയസ്സിനുള്ളിലുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ അവർ രാത്രി ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് കരയുകയും ബഹളം വെക്കുകയും എന്താണെന്ന് കുഞ്ഞിന് പോലും മനസ്സിലാവത്തില്ല. അതിനുശേഷം പേരൻസ് സമാധാനിപ്പിക്കുമ്പോഴും പലപ്പോഴും കുഞ്ഞ് കണ്ണടച്ച് നിന്ന് തന്നെ ആയിരിക്കും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആ കുട്ടി വളരെ ഡീപ്പ് സ്ലീപ്പിലാണ്. സോ ആ കുട്ടിക്ക് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അടുത്ത ദിവസം ഓർമ്മ പോലും കാണില്ല. സോ ഈ സിറ്റുവേഷനിൽ എന്താ പേരൻസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുഞ്ഞിനെ സമാധാനപ്പെടുത്തുക, ജസ്റ്റ് ആ കുട്ടിയെ ബെഡിലോട്ട് തന്നെ കിടത്തുക. അല്ല, ഇതിന് സ്പെസിഫിക് ആയിട്ട് ഒരുപാട് മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് റെഗുലർ ആവുകയും കുട്ടിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യനെ കാണേണ്ടതാണ്. പിന്നെ രണ്ടാമത്തത് സ്ലീപ്പ് വാക്കിംഗ്. സോ ഇതും ഡീപ്പ് സ്ലീപ്പിൽ നടക്കുന്ന വേറൊരു സംഭവമാണ്. സോ ഈ സ്ലീപ്പ് വാക്കിങ്ങിലും എന്താണ് സംഭവിക്കുന്നത്, കുട്ടിക്ക് അതിനെക്കുറിച്ച് ഓർമ്മയില്ല. ചിലപ്പോൾ കണ്ണ് തുറന്നെങ്കിൽ ചിലപ്പോൾ കണ്ണടച്ചിട്ട് നടന്നു പോവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞിനെ പതിയെ ഉറക്കത്തിലോട്ട് ബെഡിലോട്ട് ആക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യേണ്ടത്. പിന്നെ ഈ ഹാബിറ്റ് റെഗുലറായിട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ ചുറ്റുമുള്ള സറൗണ്ടിങ്സ് എല്ലാം സേഫായിട്ട് കീപ്പ് ചെയ്യുക. റിസ്ക് ആയിട്ടുള്ള രീതിയിൽ കതക് തുറന്നു പോകാതിരിക്കാനും, പിന്നെ ഷാർപ്പ് ഒബ്ജക്ട്സും സേഫ്റ്റി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. പക്ഷേ ഇത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ മെഡിക്കൽ മാനേജ്മെന്റോ വേറെ തെറാപ്പീസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോയാൽ ഡെഫിനറ്റ്ലി ഒരു പീഡിയാട്രീഷ്യനെയോ പീഡിയാട്രിക് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റിനെയോ കാണിക്കേണ്ടത്.